വസീഫ്, ഈ നിലമ്പൂർ ഡീല് ഇന്ന് രാജിവെച്ച് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു വെച്ചതൊക്കെയും പരിശോധിച്ചാൽ, അല്ലെങ്കിൽ കുറേ നാളുകളായി നടത്തിവന്ന പരീക്ഷണങ്ങൾ, ആദ്യം ചെന്നൈക്കൊരു പോക്കുപോയി, DMK ആയി ഒരു ദേശീയ പാർട്ടിയുടെ പ്രതിനിധിയായി കേരളത്തിൽ മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു പയറ്റു നോക്കി, അത് നടക്കുന്നില്ല, സ്റ്റാലിൻ അത് അനുവദിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നേരെ അത് കൊൽക്കത്തയ്ക്കായി. ഏറ്റവും ഏതായാലും ഒരു രാഷ്ട്രീയാഭയം തൃണമൂൽ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് വന്ന് രാജിക്കത്ത് കൊടുത്തു, നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചു. അതിനുശേഷം പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ CPIM LDF വിലയിരുത്തുന്നത് എങ്ങനെയാണ് അൻവറിൻ്റെ പുതിയ നിലമ്പൂർ ഡീല്? അത് ശരത്തെ, നമുക്കറിയാം അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കോൺഗ്രസിനോടും അതുപോലെ മുസ്ലിം ലീഗിനോടും ഒക്കെ കടുത്ത വിയോജിപ്പ് പറഞ്ഞ് വളരെ എക്സ്ട്രീമായി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ ശ്രദ്ധ നേടുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് നിലമ്പൂരിൽ അങ്ങനെ ഒരു 2 തവണ സ്വതന്ത്രനായി മത്സരിച്ച ഒരാളെ അടുത്തൊരു തവണ ഞങ്ങൾ പിന്തുണച്ചു. MLA ആയി വീണ്ടും MLA ആകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങൾ, ആദ്യം ഒരു സംഭവം ഉന്നയിച്ചു, അതിൽ നിന്ന് മറ്റൊരു സംഭവത്തിലേക്ക് പോകും, അങ്ങനെ പല സംഭവങ്ങൾ ഉന്നയിച്ചു പോകുക. എന്നാൽ ഉന്നയിച്ച കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയോ ഒരു കൃത്യതയോ ഒന്നുമില്ല, അങ്ങനെ പോകുന്ന സാഹചര്യമാണ്. എന്നിട്ടും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എല്ലാം വളരെ കൃത്യമായി തന്നെ, കാരണം ഒരു MLA ആണല്ലോ, ജനപ്രതിനിധിയാണല്ലോ, അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളോടൊക്കെ ഒരു അനുഭാവപൂർവമായ സമീപനം, അതായത് അന്വേഷിക്കാം എന്നുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും ആ ആരോപണങ്ങളെല്ലാം കൃത്യമായി അന്വേഷിക്കുന്നതിന് വേണ്ടി ഉന്നതതല സംഘത്തെ നിയോഗിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അതൊന്നുമല്ല എൻ്റെ പ്രശ്നം മറ്റെന്തോ ആണ് എന്നുള്ളതാണല്ലോ ഇപ്പോൾ കാണുന്നത്. ഇതിൽ നിന്നൊക്കെ ആളുകൾക്ക് ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ ചിന്തിക്കുന്നവർക്ക് പലതും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും. ഇവിടെ ഇപ്പോൾ പാണക്കാട് പോയി, അതോടൊപ്പം തന്നെ അതിനു മുമ്പ് DMK കാണാൻ പോയി, അതിന് ഇപ്പോൾ തൃണമൂലിലെത്തി, ഒക്കെ നിൽക്കുന്നൊരു സാഹചര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത എവിടെയൊക്കെയോ ഉണ്ട് എന്നത് തന്നെയാണ്. അതൊക്കെ വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരിലൂടെയോ തന്നെ പുറത്തു വരും, അതിലൊരു തർക്കമില്ല. DMK ഒക്കെ സ്വീകരിക്കാതിരുന്ന സാഹചര്യം വന്നു. പിന്നെ സ്വന്തം തന്നെ DMK ആയി ഒരു സ്ഥാനാർത്ഥിയാക്കി, പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. അത് UDF പിന്തുണ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു. അത് UDF പിന്തുണ ആവശ്യപ്പെടാതെ തന്നെ അങ്ങ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായി. ഇപ്പോൾ പിന്നെ ഇവിടെ തന്നെ നമുക്കറിയാം, ഞങ്ങളാരും തന്നെ ഉന്നയിക്കാൻ മടി കാണിക്കുന്ന തരത്തിലുള്ള ആക്ഷേപകരമായ ആരോപണങ്ങളും മറ്റുമാണ് ഇദ്ദേഹം വളരെ ലാഘവത്തോടു കൂടി ഉന്നയിക്കാറ്. നേരത്തെ ഇടതുപക്ഷത്തിലുണ്ടാകുന്ന സമയത്ത് തന്നെ പല തവണ അദ്ദേഹത്തോട് പറയാവുന്ന തരത്തിൽ പറയേണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. അതൊക്കെ ഒരു സ്വതന്ത്രനാണല്ലോ, എന്നിരുന്നാൽ പോലും പാർട്ടി ഘടകങ്ങളിലൊന്നും ഇല്ലല്ലോ. അദ്ദേഹം നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ പോലും DNA പരിശോധിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു വല്ലാത്ത തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചു പോകുന്ന, അതിലൂടെ ഒരു മീഡിയ അറ്റൻഷൻ നേടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഞങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തുന്ന പല ആരോപണങ്ങളും, അഴിമതി ആരോപണങ്ങളും ഒക്കെ UDFനെതിരെ ഉന്നയിച്ച് ഇപ്പോൾ അതിൽ നിന്നൊക്കെ കൈകഴുകി ഞാനെന്തോ വേറെ ആരോ പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്, അതൊക്കെ അങ്ങനെയൊക്കെ ആക്ഷേപം ഉന്നയിച്ചാൽ എൻ്റെ ശരത്തെ ഇതൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുമോ? എത്ര ലാഘവത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു കാര്യമുണ്ട്, ഞാനത് പലപ്പോഴും സൂചിപ്പിക്കാറുണ്ടായിരുന്നു. മലപ്പുറത്താണ് പോലീസ് കേസ് ഏറ്റവും കൂടുതൽ എന്നുള്ളത്. അതിലൊരു അപകടകരമായ ഒരു ധ്വനിയുണ്ട്. അത് മലപ്പുറത്തെ പോലീസ്, ഇപ്പോൾ പോലീസിനെ ആക്ഷേപിക്കുന്ന ഒരു കാര്യം വന്നു. തുടക്കത്തിൽ നമുക്കറിയാം അവിടുത്തെ മരം മുറിച്ചു, അതിനു മുമ്പ് IASകാരുടെ ആക്ഷേപം, അവരുടെ സംഘടന ഇദ്ദേഹത്തിനെതിരെ പ്രതികരണം, പിന്നെ മരം മുറിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഒരു പ്രതിഷേധം, അവിടെ കുത്തിയിരിപ്പ് സമരം, അങ്ങനെ വരിക. പിന്നെ പറഞ്ഞു സൊമോട്ടോ കേസുകളുടെ വർധനവ്, അവിടുത്തെ FIRകൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്താണ് എന്ന ആക്ഷേപം ഉന്നയിക്കുക. അത് പിന്നീട് കണക്കുകൾ പുറത്തു വന്നു. പക്ഷേ ഇതൊന്നും കേരളത്തിൽ മറ്റാരും പിന്നെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുന്നില്ല. കണക്കുകൾ പുറത്തു വന്നപ്പോൾ മലപ്പുറത്തല്ല ഏറ്റവും കൂടുതൽ കേസുകളുള്ളത്, മലപ്പുറത്താണ് കേസുകൾ കൂടുതലുള്ളത് എന്നുള്ള കണക്ക് പുറത്തു വിടുമ്പോൾ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയുടെ ഒരു പിന്തുണയാകെ എനിക്ക് കിട്ടും, അതിൽ മറ്റെന്തോ ഒരു താല്പര്യം ഈ പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് മലപ്പുറത്ത് കേസുകൾ അധികം വരുന്നത് എന്നൊക്കെ ഒരു ധ്വനി വരുത്തുകയാണ്. ആ ധ്വനി അപകടകരമാണ്.
പക്ഷേ പോലീസും അത് ബന്ധപ്പെട്ടവരും ഒക്കെ ഈ കണക്കുകൾ പുറത്തു വിട്ടപ്പോൾ അങ്ങനെയല്ല. ഞാൻ നോക്കിയപ്പോൾ കോട്ടയത്ത് വരെ മലപ്പുറത്തേക്കാൾ കൂടുതൽ കേസുകളാണ്. മലപ്പുറത്തിൻ്റെ അത്ര ജനസംഖ്യ ഇല്ലല്ലോ കോട്ടയത്ത് കേസുകൾ കൂടുതലാണ്. എത്രയോ കൂടുതലൊക്കെ കോട്ടയത്തെ കേസുകൾ കൂടുതൽ. തിരുവനന്തപുരം റൂറലിൽ നല്ല കേസുകളുണ്ട്, പല ജില്ലകളിലും ഉണ്ട്. അപ്പോൾ അതിലൊരു അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയൊന്നും കേസുകളുടെ നമ്പറുകളിലില്ല. പക്ഷെ അങ്ങ് ഉന്നയിച്ചിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയൊരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. പിന്നെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ കേട്ടില്ലേ നിങ്ങൾ? മലപ്പുറത്ത് ഒരു ഫൈസൽ നടേരി എന്നാണ് പേര്, മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് മുസ്ലിം ലീഗിൻ്റെ. നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അതൊന്നും വലിയ വാർത്ത വരുന്നില്ല. CPM ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ പോട്ടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് മെമ്പറോ ആണ് സ്വർണം കടത്തിയത് എങ്കിൽ കേരളത്തിലുടനീളം ഇത്ര ദിവസം മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യും. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്വർണം കടത്തിയതിന് പിടിയിലായി ഇവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുസ്ലിം ലീഗിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള ഫൈസൽ നടേരി പിടിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനൊരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണക്കടത്തുകൾ പിടിക്കപ്പെടുന്നു, ഹവാല പണം പിടിക്കുന്നു, ഇതിനെയൊക്കെ മറ്റൊരു തരത്തിലേക്ക് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന വലിയ പത്രസമ്മേളനങ്ങളിലൂടെ വലിയ ആക്ഷേപങ്ങളിലൂടെ പുകമറ സൃഷ്ടിച്ച് അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം. ഒരു പോലീസ് എന്തോ ഒരു സാഹചര്യം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് തിരൂരിൽ പോയി വലിയ മറ്റൊരു ഗോളിലക്കം സൃഷ്ടിച്ച് അങ്ങനെ ആകെക്കൂടി നമ്മൾ പറയാറുണ്ടല്ലോ ഈ കുളം കലക്കി മീൻ പിടിക്കുക എന്നുള്ളൊരു ശ്രമം നടത്തുന്നത് പോലെ ഒരു നിലവാരമില്ലാതെ അൻവറിന്റെ കാര്യത്തിൽ ഇപ്പോൾ വസീഫ് പറഞ്ഞതൊക്കെയും കേരളം നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അതായത് അദ്ദേഹം തന്നെ കുറേയേറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ ആരോപണങ്ങൾ ഒക്കെ തന്നെയും നിലനിൽക്കാത്തതാകുന്നു. മാത്രവുമല്ല, മറുഭാഗത്ത് താങ്കൾ പറഞ്ഞതുപോലെ പോലീസ് അന്വേഷിക്കുന്നു, മുഖ്യമന്ത്രി തന്നെ അതിൻ്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം വിശദീകരിക്കുന്നു. അതോടുകൂടി തന്നെ അൻവർ പറഞ്ഞതൊക്കെ ദുർബലപ്പെടുകയും അന്വേഷണങ്ങൾ ഓരോന്നും മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, യാതൊരു സംശയവുമില്ല. അതിനിടയിൽ സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ലീഗ് നേതാക്കൾ, ജില്ലാ പഞ്ചായത്ത് അംഗം, അതുപോലെ കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള ഡോക്ടർ MK മുനീർ പ്രതിനിധാനം ചെയ്യുന്ന കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള അമാന എംബ്രേസ് എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തുകാർ, ഇതെല്ലാം വെളിപ്പെടുത്തി ഏറ്റവും അധികം വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പരമ്പരയായി ചെയ്തത് കൈരളി ന്യൂസാണ്. ഒരു കാര്യം വസീഫ് പറഞ്ഞ ശരിയാണ്. ഇത്തരം വിവാദങ്ങളും പലതും ഉണ്ടാകുമ്പോൾ, ഐക്യമുന്നണി രാഷ്ട്രീയത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ വല്ലാതെ അതിൽ മയപ്പെടുന്നതും അതിലൊരു താല്പര്യമില്ലാതെ മാറി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ എന്താ പറയുക, ഒരു സംരക്ഷണം ഒരുക്കുന്നതുമൊക്കെ വളരെ പ്രകടമായി സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും കൈരളി ന്യൂസാണ് അതുമായി ബന്ധപ്പെട്ട നിരന്തര വാർത്തകൾ പരമ്പര ചെയ്തത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം ഇവിടെ വസീഫിനോട് ഒന്നുകൂടിയുണ്ട്. ശ്രീ നിയാസ് ചർച്ചയിലേക്ക് എത്തുന്നു, ശ്രീ സജീവൻ എത്തിയിട്ടുമുണ്ട്. അതായത് പക്ഷേ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ചില സംഭവങ്ങളിൽ നിന്ന് വസീഫ് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ചിലരെങ്കിലും നിരീക്ഷിക്കുന്ന, ചിലരെങ്കിലും വിമർശിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. അങ്ങനെ വിശ്വാസ്യത ആകെ നഷ്ടപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കൂടുതൽ ദുർബലനായി നിന്ന അൻവറിന് ഒരു ആശ്വാസമായി മാറിയത് ആ പോലീസ് നടപടിയും അറസ്റ്റും മറ്റുമല്ലേ? CPIഎമ്മിനെതിരായി ഫൈറ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ തൃണമൂലിൻ്റെ ആഫീസിൻ്റെ വാതിക്കൽ ചെന്ന് കയറാൻ, UDF വീണ്ടും അൻവറിനൊപ്പം സെറ്റ് ചെയ്യാൻ ഒക്കെ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചത് ഈ പോലീസ് നടപടി കൊണ്ടാണ് എന്ന ചില വിമർശനങ്ങൾ ഇടതുപക്ഷത്തിന് നേരെ, സർക്കാരിന് നേരെ ഉയരുന്നുണ്ടല്ലോ. മറുപടി ഒരു പോലീസ് നടപടി എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ആളുകൾക്ക് അറിയാത്തതൊന്നുമല്ല. പോലീസ് നടപടി വളരെ കൃത്യമായിട്ടുള്ളത് തന്നെയാണ്. ഒരു സമരം കഴിഞ്ഞാൽ ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ, പ്രത്യേകിച്ച് സമരം എന്ന് പറയുന്നത് സാധാരണ സമരമല്ല, അവിടെ പോയിട്ട് പ്രസംഗിച്ച് ഉദ്ഘാടനം നടത്തി ഇങ്ങ് പോകുന്നതല്ല, അക്രമം നടന്നതാ. അതിൻ്റെ എത്ര ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ആ അക്രമത്തിന് നേതൃത്വം കൊടുത്തത് MLA അല്ല എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ പറ്റും? അവിടെ വലിയ അക്രമമല്ലേ നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് കേസെടുക്കില്ലേ? നിയമപരമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ലേ? ഇപ്പോൾ ഇവിടുത്തെ ഞങ്ങളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളല്ലേ? ഞങ്ങളുടെ എത്ര MLA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളെ സമരത്തിൻ്റെ നേരെ വെടിവെച്ചിട്ടില്ലേ ഇവിടെ UDF? വെടിവെച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ല. വളരെ സമാധാനത്തോടു കൂടി ആ സമരത്തെ നേരിട്ടു. അതിനുശേഷം സമരത്തിന് നേതൃത്വം കൊടുത്ത ആളെ പോയിട്ട് അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി, അദ്ദേഹത്തിന് ജാമ്യവും കിട്ടി. അതിനെന്താ പ്രശ്നം? അതുകൊണ്ടാണോ അൻവർ പോയത്? ഇതിനു മുമ്പല്ലേ ഈ കേസും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പല്ലേ ഇദ്ദേഹം കേരളത്തിലുടനീളം നടന്ന് എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്?
വലിയ വെല്ലുവിളി ഇതാ തൃക്കാക്കര ഞങ്ങൾ തൃക്കാക്കരയല്ല ചേലക്കര ഞങ്ങളിതാ ജയിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. പാലക്കാടും ചേലക്കരയിലും DMK അൻവറിൻ്റെ DMK ശക്തി തെളിയിക്കും. അവസാനം പ്രഖ്യാപിച്ച ഇതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ പാലക്കാട് DMK കാണാതെയായി. പിന്നെ ചേലക്കരയിൽ നടന്ന എന്താ നമുക്കറിയാം. അവിടെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വന്ന ആളാണ് ചേലക്കരയിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്നത്. കോൺഗ്രസിനെ വിമർശിച്ചു വന്ന ആൾ ചേലക്കരയിൽ ഇദ്ദേഹത്തോടൊപ്പം കൂടി. ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം തന്നെ നിൽക്കണം എന്ന ആഗ്രഹം അൻവർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് എന്താ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കണം. അതൊരു പക്ഷേ നിയാസ് പറയുമായിരിക്കും.